ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സ്വർഗാരോപണ സമയത്ത് യേശു പ്രധാന അധ്യാപകനും ഗുരുവുമായി നിയമിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. യേശു തന്നെ പറയുന്നില്ലേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 തിരുവചനം, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ 16 അധ്യായം 13 തിരുവചനത്തിൽ പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ ആനയിക്കും. എല്ലാ സത്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. എത്ര മാനുഷിക വിജ്ഞാനം നമുക്കുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം വില കുറഞ്ഞതായി മാറും. നാം ആരുടെ ശിഷ്യത്വമാണ് ഇപ്പോൾ സ്വീകരിക്കുക? കൂട്ടുകാരുടെയാണോ? ബന്ധുക്കളുടെയാണോ? അല്ലെങ്കിൽ അധികാരികളുടെയാണോ? എല്ലാം നല്ലത് തന്നെ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ പഠിക്കുക. അതെങ്ങനെ സാധിക്കും? വചന വായനയിലൂടെ, വചന പഠനത്തിലൂടെ, വചന ധ്യാനത്തിലൂടെ, വചനം അഭ്യസിക്കുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ വചനം കൃപകൾ, വരങ്ങൾ, ഫലങ്ങൾ നമ്മിൽ നിറയ്ക്കുമെന്ന സത്യം നമ്മെ കൂടുതൽ വിജയത്തിലേക്ക് ആനയിക്കട്ടെ. ഈ സന്ദേശം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാനുള്ള ഒരു വലിയ കൃപ എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയില്ലേ? ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.